എല്ലാവർക്കും നമ്മുടെ ഫുഡ് കേട്ടിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്യാപ്പച്ചീനോൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ കാണിക്കുന്നത്. നമുക്കിത് മിക്സി ഉപയോഗിച്ചിട്ട് വെറും 5-10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കിയിട്ടെടുക്കാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ക്യാപ്പച്ചീനോ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്. ഏത് കോഫി പൗഡർ വേണമെങ്കിലും എടുക്കാം, പക്ഷേ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളത് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എങ്കിലേ നമ്മുടെ ഈ ക്യാപ്പച്ചീനോ റെഡി ആയിട്ട് കിട്ടുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു മിക്സിയുടെ ജാറാണ്. അപ്പോൾ ഞാനിവിടെ ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ കോഫി പൗഡർ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് പഞ്ചസാര കൂടെ ചേർക്കണം. ഇപ്പോൾ ഒരു 5-6 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ചേർക്കണം, അല്ലെങ്കിൽ ക്രീമിൽ ആ ഒരു കയ്പ്പായിരിക്കും കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ പഞ്ചസാര കുറച്ച് അധികം ചേർത്താലും കുഴപ്പമില്ല. അപ്പോൾ പഞ്ചസാര കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ആദ്യം തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തതിന് ശേഷമാണ് നമ്മളിതിലേക്ക് വെള്ളമൊക്കെ ചേർക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഒത്തിരി വെള്ളം ചേർക്കണ്ട, ഒന്ന് നമുക്ക് അടിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് ആദ്യം തന്നെ നമുക്കൊന്ന് പൾസ് മോഡിൽ കറക്കിയ ശേഷം പിന്നെ ഫുൾ സ്പീഡിൽ തന്നെ നന്നായിട്ട് അടിച്ചെടുക്കുക. നമ്മളിത് കുറച്ച് നേരം അടിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വരാനായിട്ട് തുടങ്ങും. ആ ഡാർക്കായിട്ടുള്ള ബ്രൗൺ കളർ മാറിയിട്ട് ലൈറ്റായിട്ട് വരാൻ തുടങ്ങും. ലൈറ്റായിട്ട് വന്ന് കുറച്ച് കഴിയുമ്പോൾ ക്രീമി ആവും. ഇപ്പോൾ ഇതുപോലെ ലൈറ്റ് കളർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം. ഒന്നുകൂടെ ഒന്ന് അടിച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് കുറച്ചും കൂടെ ഇതുപോലെ ക്രീമിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് കട്ടിയിലാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെള്ളമൊക്കെ നമുക്ക് ഈ സമയത്ത് ചേർത്തിട്ട് ഒന്നുകൂടെ നന്നായി അടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ക്രീമി ആയിട്ട് കിട്ടും. ഇതുപോലെയാണ് ആ ക്രീമി ആയിട്ട് വരിക കേട്ടോ. നമ്മൾ ആ വെള്ളം ചേർത്ത് നന്നായിട്ട് ഫുൾ സ്പീഡിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ക്രീമി ആയിട്ട് വരും. അപ്പോൾ വെള്ളം ആദ്യം തന്നെ ഒത്തിരി ചേർക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക, അവസാനം ചേർത്ത് കൊടുത്താൽ മതി. ഇതുപോലെയാണ് നമ്മുടെ ക്രീം ഉണ്ടാവുക. കണ്ടില്ലേ, ഒരു ലൈറ്റ് ബ്രൗൺ കളറായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മുടെ ക്യാപ്പച്ചീനോൻ്റെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാപ്പച്ചീനോ റെഡിയാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണോളം ക്രീം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം മധുരമുണ്ട് ഈ ഒരു ക്രീമിന്. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂൺ ക്രീം ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുള്ള നല്ല ചൂടുള്ള പാല് ഒന്ന് അടിച്ചെടുത്തിട്ട് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് കുറച്ച് പൊക്കി തന്നെ ഒഴിച്ചോളൂ. അപ്പോഴാണ് ആ ക്രീം ഇങ്ങനെ താഴെ നിന്ന് അങ്ങ് മുകളിലേക്ക് പൊങ്ങി വന്നോളും. പിന്നെ ഒത്തിരി ഇട്ടത് ഇളക്കണ്ട, ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലും കുറച്ച് ക്രീമും കൂടി ഇടുകയാണെങ്കിൽ നല്ല റിച്ച് ആയിട്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ള ക്യാപ്പച്ചീനോ ആയിരിക്കും. പിന്നെ ഇത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തൊക്കെ എടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് പാലിൻ്റെ ആ ഒരു പതയുണ്ടല്ലോ, അത് കുറച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് ചോക്ലേറ്റ് സിറപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് മുകളിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയുണ്ടാവും. ഇനി ഇങ്ങനെയൊന്നും ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, അത് കുടിക്കാനായിട്ട് നല്ല ടേസ്റ്റ് തന്നെയാണ്. കാരണം നല്ല ക്രീമി ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളിതിന് മുന്നേ ക്യാപ്പച്ചീനോൻ്റെ റെസിപ്പി ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ വിസ്ക് വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ കുറച്ചും കൂടെ നേരം നമ്മൾ ബീറ്റ് ചെയ്തൊക്കെ എടുക്കേണ്ടി വരും. ഇതാകുമ്പോൾ നല്ല എളുപ്പമാണ് മിക്സിയിലാവുമ്പോൾ. പിന്നെ ഈ ക്രീം നമുക്ക് ബാക്കി വന്ന ക്രീം നമുക്ക് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് നമുക്ക് ക്യാപ്പച്ചീനോ റെഡിയാക്കി കുടിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്